നമസ്തേ. തിരുമലയിൽ ദിവസവും ദർശനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ കൈകളിലേക്ക് എത്തുന്ന മധുരപ്രസാദം തിരുപ്പതി ലഡു ഇന്ന് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. 1715 ഓഗസ്റ്റ് 2 ആദ്യമായി നൈവേദ്യമായി സമർപ്പിക്കപ്പെട്ട ഈ മധുരക്കിണ്ണം ഇന്നേക്ക് 3 നൂറ്റാണ്ടിന് മുകളിലുള്ള ദൈവിക പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. 310 വർഷത്തിൽ അധികം പഴക്കമുള്ള തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു 1715 മുതലാണ് ഭഗവാന് നിവേദിക്കാനും പ്രസാദമായി നൽകാനും തുടങ്ങിയത്. പോട്ടു എന്ന പ്രത്യേക അടുക്കളയിൽ പാകം ചെയ്യുന്ന പ്രസാദം നിർമ്മിക്കുന്നതും നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേക വിഭാഗമാണ്. പാചകം ചെയ്യുന്നവർ തല മൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം. ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കുന്നു. ഇത് ബാക്കിയുള്ള ലഡുവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ്. വലിയ അളവിൽ വാങ്ങാനായി ഒരു ലഡുവിന് 50 രൂപ എന്ന നിലയിൽ കൗണ്ടറുകളുണ്ട്. 2014 പേറ്റന്റ് ലഭിച്ചതിനാൽ തിരുപ്പതി ലഡു എന്ന് പേരിട്ട് ആർക്കും ലഡു വിൽക്കാൻ കഴിയില്ല. ശുദ്ധവും നറുമണവും ഉയർന്ന ഗുണമേന്മയുള്ള നെയ്യാണ് ലഡുവിന്റെ ചേരുവകളിൽ പ്രധാനപ്പെട്ടത്. എല്ലാ ദിവസവും കുറഞ്ഞത് 400-500 കിലോ നെയ്യ്, 750 കിലോ കശുവണ്ടി, 500 കിലോ ഉണക്കമുന്തിരി, 200 കിലോ ഏലക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി പ്രതിവർഷം 5 ലക്ഷം കിലോ നെയ്യാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വാങ്ങാറുള്ളത്. ലേലത്തിലൂടെയാണ് നെയ്യിന്റെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത്. വിതരണക്കാരുടെ നെയ്യിന്റെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കിയാണ് ഇവ തിരഞ്ഞെടുക്കാറുള്ളത്. നെയ്യിലെ ഈർപ്പത്തിന്റെ അംശം, ഗന്ധം അടങ്ങിയിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡുകൾ, മിനറൽ ഓയിൽ, നിറങ്ങൾ, ദ്രാവണം, റാൻസുറ്റി എന്നിവ പോലുള്ള ഒട്ടേറെ മാനദണ്ഡങ്ങൾ ഗുണനിലവാര പരിശോധനയ്ക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെട്ടാൽ ആ നെയ്യ് നിരസിക്കപ്പെടും. ക്ഷേത്രത്തിലെ അടുക്കളയിലേക്ക് നെയ്യ് വിതരണം ചെയ്യുന്ന ഒട്ടേറെ കമ്പനികളിൽ ഒന്നാണ് KMF. അമൂലും പ്രധാന വിതരണക്കാരാണ്.